$1.25 ദശലക്ഷം വിലയുള്ള ലംബോർഗിനിയാണ്. അതിന്റെ അടുത്തേക്ക് ദേ ഈ പാഞ്ഞു വരുന്നത് ഭീമമായ ഒരു ട്രെയിനാണ്. പക്ഷെ ഇടിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ലംബോർഗിനി ബ്ലേക്കിന് കൊടുക്കാൻ പോവുകയാണ്. ട്രെയിൻ അയക്കുന്നതിന് പുറമെ ഈ കാണുന്ന 8 പട്ടാളക്കാരെ നിന്റെ ലംബോർഗിനിയിലേക്ക് 10,000 വെടികൾ ഉതിർക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടേ. അതെ, അതുകൊണ്ട് നല്ല രസമായിരിക്കും. ബുള്ളറ്റുകളിൽ നിന്നും ഈ ലംബോയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിനക്ക് ഇഷ്ടമുള്ളത് എന്തും പണിയാനായി നിനക്ക് 24 മണിക്കൂർ സമയം കിട്ടും. നിന്റെ സമയം തുടങ്ങി കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. കോൺക്രീറ്റ് കെട്ടുകളുടെ ഒരു മതിലിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനുശേഷം റെഫ്രിജറേറ്ററുകൾ കൊണ്ട് നിറച്ച കുറച്ച് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ, പിന്നെ ബുള്ളറ്റുകൾ തടയാൻ വേണ്ടി കാറുകളുടെ ഒരു നിര. 10,000 ബുള്ളറ്റുകൾ തടയാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇത് മതിയാവും ജിമ്മി. ഓക്കെ, ഇവിടെ ഇപ്പോ ഏതായാലും ഒന്നുമില്ല. നീ നിന്റെ പണി തുടങ്ങിക്കോ. ഉടൻ തന്നെ ബ്ലേക്ക് പുറപ്പെട്ടു 3 കടകളിൽ പോയി ഞാൻ അവന് കൊടുത്ത ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് $78,000 വില വരുന്ന സാധനങ്ങൾ വാങ്ങി. അതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് സാധനങ്ങൾ ഇവിടെ എത്താൻ തുടങ്ങിയത് മുതൽ തുടങ്ങാം. ബ്ലേക്ക് വാങ്ങിയ സാധനങ്ങൾ ദേ ഇവിടെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇത്രയും സാധനങ്ങൾ വാങ്ങിയെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി സാധനങ്ങൾ വരാനുണ്ട്. വാട്ടർ ട്രക്ക് എത്തിയിട്ടുണ്ട്, പഴയ കാറുകളും എത്തിക്കഴിഞ്ഞു, വലിയൊരു കണ്ടെയ്നറും ദേ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കും. ഡിഫൻസ് ശക്തമാക്കാൻ അവൻ അടുത്ത ദിവസം പകൽ വരെ പണിയെടുത്തു. ഡ്യൂഡ്, അവൻ ആ സ്റ്റോറേജ് കണ്ടെയ്നറിൽ ഒരു വാനും വലിയ ട്യൂബും കയറ്റുന്നത് കണ്ടോ? എല്ലാം ഒരുമിച്ച് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അവനോട് വലിയ മതിപ്പായി. ഈ പണിതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇവിടെ മുന്നിൽ ഞാൻ കുറെ കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ക്രോസ്നെസ് മെഷീൻ ഗൺസിനെ തടുക്കാനായിട്ട് ഈ മതിലിന്റെ ഉയരമുള്ള ഭാഗം നടുവിലായിട്ടുണ്ട്. കാരണം അതാണ് അപകടകാരി. കാറെല്ലാം കണ്ടെയ്നറിലാക്കി, പിന്നെ കുറെ വെള്ളമുണ്ട്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് അവന്റെ ലംബോർഗിനി മറച്ചു വെച്ചിരിക്കുന്നതും കാണാൻ കഴിയും. ഇതാ, ശ്രദ്ധിച്ചു കണ്ടോളൂ. സുരക്ഷിതമായ സ്ഥലത്ത് ഇരിക്കുന്ന കണ്ടോ? ഇതിനെല്ലാം കൂടി ആ ബുള്ളറ്റുകളെ തടയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ?